ഹായ് എവ്രി വൺ. ഇന്ന് നമുക്ക് വേർഡിൽ കുറച്ച് എൻ്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം. അതായത് ഇതിനകത്ത് ഒരു അനിമേഷൻ പോലെയൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അനിമേഷൻ വീഡിയോ പോലെയൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് മൂന്നാമത്തെ ടാബ് എടുക്കുക, ഇൻസേർട്ടിലൂടെ 3D മോഡൽസ് ക്ലിക്ക് ചെയ്യാം. ഇതിൽ സ്റ്റോക്ക് 3D മോഡൽസ് ക്ലിക്ക് ചെയ്യാം. അതിൽ നിന്നും നമുക്ക് ആനിമേറ്റഡ് മോഡൽസ് സെലക്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പം ആനിമേറ്റഡ് ആനിമൽസ് സെലക്ട് ചെയ്തു. ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഫസ്റ്റ് വൺ സെലക്ട് ചെയ്തു, ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ കണ്ടോ, ഒരു ആനിമേറ്റഡ് പിക്ചറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാൻ പറ്റും. സൈസ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചേഞ്ച് ചെയ്യാം. കണ്ടോ, ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ ചെറുതാക്കാം, വലുതാക്കണമെന്നുണ്ടെങ്കിൽ വലുതാക്കാം. ഇനിയിപ്പം ഇതിൽ നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു ഗ്രീനറി ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസൈനിൽ ഇവിടെ പേജ് കളറുണ്ട് റൈറ്റ് സൈഡിൽ. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കളേഴ്സ് കൊടുക്കാൻ പറ്റും. ഇവിടെ കണ്ടോ, ഡിഫറെൻറ്റ് കളേഴ്സ് സെലക്ട് ചെയ്താൽ കളർ കൊടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഫിൽ ഇഫക്ട്സ് ഉണ്ട്. ഫിൽ ഇഫക്ട്സിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വേറെ ടെക്സ്ചർ ഉണ്ട്, ഗ്രേഡിയൻ്റ് ഉണ്ട്, പാറ്റേൺ ഉണ്ട്. പിന്നെ ലാസ്റ്റ് വന്നിട്ട് പിക്ചർ ഉണ്ട്. നമ്മളിപ്പം നെറ്റിൽ നിന്നൊക്കെ ഏതെങ്കിലും പിക്ചേഴ്സൊക്കെ, ഗ്രീനറി പിക്ചേഴ്സൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. പിക്ചർ എടുക്കുക, അതിൽ നിന്ന് സെലക്ട് പിക്ചർ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി എവിടെയാണോ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ബ്രൗസ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡറിലാണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്തു, ഇൻസേർട്ട് കൊടുത്തു. ഇവിടെ ഓക്കെ കൊടുക്കുക. കണ്ടോ, ഞാൻ ഒരു ഗ്രീനറി ഇതിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കൊടുത്തു. നമുക്ക് ഈ ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന ഈ സ്റ്റോക്ക് മോഡൽ നമുക്ക് എവിടെയാണോ ഇൻസേർട്ട് ചെയ്യേണ്ടത് അവിടെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, കണ്ടോ, ഇതിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ സൈസ് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിഫറെൻ്റ് ഓപ്ഷൻസ് കിട്ടും. ഈ 3D മോഡൽ നമുക്ക് ഫോർമാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫോർമാറ്റ് ചെയ്യാം. ഫോർമാറ്റ് 3D മോഡലുണ്ട്. ഇതിൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. റൊട്ടേഷൻ, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. റീസൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് ഓരോ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ കൊടുക്കണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു ഓപ്ഷൻ കാണിച്ചു എന്ന് മാത്രം. കുറച്ച് എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. ഇപ്പോൾ വേറെ പിക്ചറൊക്കെ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇതിനെ കൂടുതൽ ചെറുതാക്കി കൊടുത്തു. കണ്ടോ, ഏകദേശം ഒരു ഒറിജിനൽ പിക്ചർ പോലെ തോന്നില്ലേ? ഇനി നമുക്കത് വേറെ ഏതെങ്കിലും പിക്ചർ കൂടി ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, 3D മോഡൽ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസേർട്ടിൽ ഇവിടെ 3D മോഡൽസ് ക്ലിക്ക് ചെയ്യാം. സ്റ്റോക്ക് 3D മോഡൽസ് ആണ് ഞാൻ സെലക്ട് ചെയ്തത്. ഇനി ഇതിൽ നിന്ന് വേറെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, എന്നിട്ട് ഇൻസേർട്ട് കൊടുത്താൽ മതി. ഞാൻ ഈ ബേർഡിൻ്റെ പിക്ചർ ഇൻസേർട്ട് ചെയ്തു. കണ്ടോ, ബേർഡിൻ്റെ പിക്ചർ നമ്മൾ ഇൻസേർട്ട് ചെയ്തു. അത് പ്ലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. ഇതിനെ നമുക്ക് ഇതുപോലെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൂവ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഇൻസേർട്ടിൽ 3D മോഡൽസിൽ സ്റ്റോക്ക് 3D മോഡൽസ്. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇൻസേർട്ട് ചെയ്തത് ഞാൻ നെറ്റിൽ നിന്ന് ഒരു പിക്ചർ ഇതിലേക്ക് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഗ്രീനറി.
അത് ഇൻസേർട്ട് ചെയ്യാണ് ചെയ്തത്. സാധാരണ ഇതുപോലുള്ള ആനിമേഷൻ വീഡിയോസ് നമുക്ക് മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രസൻറ്റേഷൻ വീഡിയോസിൽ, പ്രസൻറ്റേഷൻ അതായത് PPT പവർ പോയിന്റ് വഴിയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് വേർഡ് വഴി ചെയ്യാൻ പറ്റുന്നതാണ്. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.